തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കോൺസ്റ്റിറ്റ്യുവൻസീസ് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യുവൻസിന്റെ ഉള്ളിൽ ബൂത്തുകൾ നമുക്ക് മാറ്റാൻ പറ്റും. നമ്മളുടെ സ്ഥലങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ SIR ഫോം ഫിൽ ചെയ്ത് BLOനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാം അവസാനിച്ചു? ഒരിക്കലുമില്ല. അടുത്തത് എന്താണ്? ഇനിയുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായി ശ്രദ്ധിക്കേണ്ടത്. അത് പറയുന്നതിന് മുൻപായി ഒരുപാട് പേര് പറയുന്നുണ്ട് അവർക്ക് SIR ഫോം ലഭിച്ചില്ല, നാട്ടിലെ BLO ആരാണെന്നറിയില്ല, ഇനി SIR നമുക്ക് ലഭിക്കുമോ എന്നൊന്നും അറിയില്ല എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. അതിനുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ കിട്ടിയ ഇൻഫോർമേഷൻ വെച്ചിട്ട് എല്ലാ BLOമാർക്കും മുഴുവൻ ഫോമുകളും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതായത് 2025 ലിസ്റ്റിലുള്ള ആളുകളുടെ ഒക്കെ BLOമാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഫോം വിതരണം നടത്തിയിട്ടുണ്ട്. ഇനി BLOമാർ അത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിലാണ് എല്ലാവർക്കും സംശയം. അതുപോലെ 2025 ലിസ്റ്റിൽ ഉണ്ടോ എന്നറിയില്ല, ഇനി SIR ഫോം ലഭിക്കുമോ എന്നറിയില്ല, ഇനി മനഃപൂർവ്വം BLOമാർ ഫോം മുക്കുന്നതാണോ എന്നറിയില്ല. അങ്ങനെയുള്ള സംശയങ്ങളുള്ള ഒരുപാട് പേരുണ്ട്. അവർ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ പോവുക, അതിൽ ലോഗിൻ ചെയ്യുക, അതിനുശേഷം SIR 2026 അതിൽ പോയി ഫിൽ എന്യൂമറേഷൻ ഫോം ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വിൻഡോ വരും. ആ വിൻഡോയിൽ സെലക്ട് സ്റ്റേറ്റ് സെലക്ട് ചെയ്യാൻ പറയും. കേരള സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൽ പറയുക നമ്മുടെ എപ്പിക് നമ്പർ, പുതിയ എപ്പിക് നമ്പർ, ഇലക്ഷൻ കാർഡിലെ നമ്പർ ഏതാണോ അത് അവിടെ കൊടുക്കുക, സെർച്ച് കൊടുക്കുക. അപ്പോൾ അവിടെ നമ്മളുടെ ലിസ്റ്റ് പ്രീ ഫിൽഡ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ പേരും വിവരങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് SIR ഫോം ഉണ്ട് എന്നാണ്, നമുക്കത് ലഭിക്കണമെന്നാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലെ BLOനെ അറിയില്ലെങ്കിൽ ഇതിൽ സ്ക്രോൾ ചെയ്ത് താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ BLOയുടെ പേരും ഫോൺ നമ്പറും അതിൽ കാണും. വിളിക്കുക, അന്വേഷിക്കുക, BLOന്റെ അടുത്തു നിന്നും ഫോം വാങ്ങിക്കുക. ഫോം കിട്ടാത്തവരുടെ കാര്യങ്ങളാണ് കേട്ടോ. അതിനുശേഷം ഫോം ഫില്ല് ചെയ്ത് അവർക്ക് നൽകുക. പിന്നെ കേട്ടിട്ടുള്ള മറ്റൊരു ആരോപണം എന്ന് പറയുന്നത്, BLOമാർ ഫോം ഫില്ല് ചെയ്യാൻ കൊടുത്തിട്ട് പതുക്കെ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് സാവധാനം തന്നാൽ മതി എന്ന് പറയുന്ന ഒരു കാര്യം കേട്ടിട്ടുണ്ട്. ഒരിക്കലും അത് ചെയ്യരുത്. നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് ഫോം ഫില്ല് ചെയ്തിട്ട് BLOനെ ഏൽപ്പിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് അത് ഫില്ല് ചെയ്തിട്ട് ഏൽപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ഡിസംബർ 4 വരെയാണ് ഈ BLOമാർക്ക് ഈ ഇൻഫോർമേഷൻസ്, നമ്മുടെ SIR ഫോം സ്കാൻ ചെയ്ത് നമ്മൾ ഇൻഫോർമേഷൻസ് അപ്ലോഡ് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് ഡിസംബർ 4 അവസാന തീയതിയാണ്. അതായത് നമുക്ക് ഫിൽ ചെയ്യാനുള്ള എന്യൂമറേഷൻ പീരീഡ് എന്ന് പറയുന്നത് 4/11/2025 മുതൽ 4/12/2025 വരെയാണ്. അപ്പോൾ നമ്മൾ എത്ര പെട്ടെന്ന് പറ്റുമോ അത്രയും പെട്ടെന്ന് കൊടുക്കുക. കാരണം ലാസ്റ്റിലേക്ക് കൊടുക്കുന്നതിനെ ആ സൈറ്റ് എല്ലാവരും കൂടി, എല്ലാ BLOമാരും കൂടി അപ്ലോഡ് ചെയ്യാൻ നിൽക്കുമ്പോൾ അത് ജാം ആകാൻ തുടങ്ങും, ഹാങ് ആവാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ ഈ BLOമാർക്ക് നമ്മുടെ ഇൻഫോർമേഷൻസ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനിയുള്ളത്, ഈ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു, അതോടെ എല്ലാം അവസാനിച്ചോ? ഇല്ല, ഇതൊരു തുടക്കം മാത്രമാണ്. അതായത് ഡിസംബർ 4 തീയതി അവസാന തീയതി, അന്ന് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ 9 തീയതി പബ്ലിക്കേഷൻ ഓഫ് ഡ്രാഫ്റ്റ് ഇലക്ടോറൽ റോൾ, അതായത് കരട് വോട്ടർ പട്ടിക പുറത്തിറക്കും. ഈ പുറത്തിറക്കുമ്പോൾ ഇതിൽ പേര് വരാൻ സാധ്യതയില്ലാത്ത 2 കൂട്ടം ആളുകളുണ്ട്. ഒന്നാമത്തെ ആളുകൾ എന്ന് പറയുന്നത് SIR ഫോമൊക്കെ ഫിൽ ചെയ്ത് BLOനെ ഏൽപ്പിച്ചിട്ടുണ്ട്, പക്ഷേ 2002 ഇൻഫോർമേഷൻസ് കൊടുക്കുമ്പോൾ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് ഈ ലിസ്റ്റിൽ ഉണ്ടാവില്ല. അതുപോലുള്ള രണ്ടാമത്തെ കൂട്ടരെന്ന് പറയുന്നത് ഇതുപോലെ തന്നെ SIR ഫോമൊക്കെ ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവർക്ക് 2002 കണക്ഷൻ കൊടുക്കാൻ പറ്റില്ല. അതായത് നമ്മുടെ സ്വന്തം പേരോ, 2002 നമ്മൾ സ്വന്തം പേരുണ്ടെങ്കിൽ അതോ, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുവിന്റെ പേര്, ബന്ധു എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് മാതാവ് പിതാവ്, ഇല്ലെങ്കിൽ അവരുടെ മാതാവ് പിതാവ്, ഈ കണക്ഷൻസ് ആണ് കൊടുക്കേണ്ടത്, ഈ ഇൻഫോർമേഷൻസ് ആണ് കൊടുക്കേണ്ടത്. പക്ഷേ ഇവിടെ ഒരു തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് BLOന്റെ അടുത്തുനിന്നും അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ അടുത്തുനിന്നും ഒക്കെ പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് ഇലക്ഷൻ കമ്മീഷൻ ഇതിനു മുൻപ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നത് സഹോദരങ്ങളുടേതൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഇപ്പോൾ സഹോദരങ്ങളുടേതും അതുപോലെ തന്നെ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ പങ്കാളിയുടെ ഒക്കെ റിലേഷൻഷിപ്പ് കൊടുത്ത ആളുകളുണ്ട്. അവരുടെ പേരും ഈ ഒരു കൂട്ടത്തിൽ വരില്ല. കാരണം BLO ആപ്പിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് മാതാവ് പിതാവ്, അവരുടെ മാതാവ് അവരുടെ പിതാവ്, ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പേ അവർക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ സഹോദരങ്ങളോടോ അല്ലെങ്കിൽ പങ്കാളികളോടോ ബന്ധം കൊടുക്കാൻ പറ്റില്ല. അവരുടെ പേരും ഈ ഒരു ലിസ്റ്റിൽ ഉണ്ടാവില്ല. അപ്പോൾ അവരെന്ത് ചെയ്യണം? അവർ ചെയ്യേണ്ടത് ഡിസംബർ 9 തീയതി മുതൽ
ജാനുവരി 8 2026 വരെ പീരീഡ് ഫോർ ഫയലിംഗ് ക്ലൈംസ് ആൻഡ് ഒബ്ജെക്ഷൻസ് എന്നൊരു കാര്യം വരും. അവിടെ നമ്മളുടെ ഇൻഫർമേഷൻസ് ഒന്നുകിൽ തെറ്റിയിട്ടാണെങ്കിൽ അതിന്റെ രേഖകളും കാര്യങ്ങളും ഒക്കെ ആയി, അല്ലെങ്കിൽ രണ്ടാമത്തെ കൂട്ടർ പറഞ്ഞിട്ടുള്ള 12 ഡോക്യുമെന്റ്സിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ്സുമായി അപ്പീലിയേറ്റിന്റെ മുന്നിലേക്ക് പോവുക. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ ക്ലൈംസ് ആൻഡ് ഒബ്ജെക്ഷൻസ് ടു ബി ഡൺ കൺകറന്റ്ലി ബൈ ERO ആണ്. ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസറാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ അവരായിരിക്കും ഈ ക്ലൈംസ് ആൻഡ് ഒബ്ജെക്ഷൻസ് ചെയ്യുക. ഈ ക്ലൈംസ് ആൻഡ് ഒബ്ജെക്ഷന്റെ ഈ പീരീഡിൽ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കോൺസ്റ്റിറ്റ്യുവൻസീസ് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യുവൻസിന്റെ ഉള്ളിൽ ബൂത്തുകൾ നമുക്ക് മാറ്റാൻ പറ്റും. നമ്മളുടെ സ്ഥലങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ, റെസിഡൻസ് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് മാറ്റാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പീരീഡിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇതൊക്കെ കഴിഞ്ഞ് ഫൈനൽ പബ്ലിക്കേഷൻ ഓഫ് ഇലക്ടോറൽ റോൾ എന്ന് പറയുന്നത് 7/2/2026, അതായത് ഫെബ്രുവരി 7 ഫൈനൽ ആയിട്ടുള്ള ഇലക്ടോറൽ റോള് പബ്ലിഷ് ചെയ്യുക. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ടൈം ലൈൻ എന്ന് പറയുന്നത്. അതായത് കൂടുതൽ പേടിക്കേണ്ട സാഹചര്യം എന്ന് പറയുന്നത് ഈ ഒരു ഫെബ്രുവരി 7 2026 ഫൈനൽ പബ്ലിക്കേഷൻ നടത്തിയിട്ട് അതിൽ പേരില്ലാത്ത ആളുകളാണ് ഇതിന്റെ മുകളിലേക്കുള്ള അപ്പീലേറ്റ് ബോഡിയിലേക്ക് പോകാവുന്നതാണ്. ഇവിടെ ഞാൻ പറഞ്ഞ 2 കാറ്റഗറിയിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ എല്ലാ ഡോക്യുമെന്റ്സും റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. കാരണം ഡിസംബർ 9 പബ്ലിഷ് ചെയ്യുന്ന കരടിൽ നിങ്ങളുടെ പേരില്ലെങ്കിൽ ഉടൻ തന്നെ ഒബ്ജക്ഷൻ റൈസ് ചെയ്യുക. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.